അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മലായി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ മലായി കേക്ക് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. മിക്സിയുടെ ജാറിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം കേട്ടോ. തണുത്ത മുട്ട എടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ മുട്ട ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകരുത്. ഇപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കാണിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ. മിക്സിയിലാവുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ മിക്സ് ആയിക്കോളും. ഇനി 1/4 കപ്പ് പറഞ്ഞാൽ ഒരു പാകത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ മിക്സി അടിച്ചിട്ട് തന്നെ നിങ്ങൾ അടിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വാനില നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തിട്ട് എപ്പോഴാണെങ്കിലും നന്നായിട്ടൊന്നുകൂടി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ടയുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. മൈദ ഓൾ പർപ്പസ് ഫ്ലോറോ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നമുക്ക് കുറേശ്ശായിട്ട് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. പിന്നെ വേറൊരു പാത്രമൊന്നും മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരുപാട് മൈദ എടുക്കരുത് കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെ വേണം. നല്ല കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ കേക്ക്. ഇനി ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഏത് കേക്ക് ടിന്നിൽ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഉപ്പിട്ടിട്ടോ ഒക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഓയിലോ ബട്ടറോ നമുക്കിതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഈ കേക്ക് നമുക്ക് അടിയൊന്നും ബ്രൗൺ കളർ ആവരുത് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു സ്റ്റാൻഡ് എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ വാട്ടർ ബാത്ത് ചെയ്യാന്നൊക്കെ പറയാം. സ്റ്റീം കേക്ക് അങ്ങനെ വെള്ളം വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് പരന്ന പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുഴിയുള്ള ബൗളിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. എന്നാലും ഒരു 30 മിനിറ്റിൽ കൂടൂല കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കേക്കൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മലായി റെഡിയാക്കാം. അതിനൊരു സോസ് പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും ചേർക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോണും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറും ഈ ഒരു മലായിക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റീം ചെയ്ത കേക്കായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സൈഡൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. നമുക്കതാണ് കൂടുതൽ ഈ ഒരു മലായി കേക്കിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏലക്കൻ്റെ ആ ഒരു ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മലായി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മലായി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ വെക്കണം കേട്ടോ. നല്ല നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ബദാം ഞാനൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിസ്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി സാഫ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് സാഫ്രോണും കൂടെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഈ ഒരു മലായി നന്നായിട്ട് തന്നെ കേക്കിലേക്ക് അബ്സോർബ് ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ആ ഒരു പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് തന്നെ കേക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല സോക്കായിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.